മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഒരു ഡിസ്കഷനിൽ വരുമ്പോൾ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ചിന്തകളെ തന്നെയാണല്ലേ. ഈ ചിന്തകൾ നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ നമ്മൾക്ക് ഒരു റിസൾട്ട് തരാറുണ്ട്. അതുകൂടാതെ തന്നെ ഓവർ തിങ്കിങ് എന്ന രീതിയിൽ നമ്മളുടെ പലരുടെയും ഒരു മെൻ്റൽ ഇൽനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന കുറച്ചൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടല്ലേ. ഓവർ തിങ്കിങ് കാരണം അതല്ലെങ്കിൽ ഒരുപാട് ആങ്സൈറ്റി ആയതുകൊണ്ട് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് മൈൻഡിൽ വന്നിട്ട് ഇങ്ങനെയെല്ലാം നമ്മളുടെ മാനസികാരോഗ്യത്തെ കുറേ ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്ന സിറ്റുവേഷൻസൊക്കെ നമുക്കറിയാം. മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിൽ കുറേയൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ഒരുപാട് പേര് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസോർഡറാണ്, ഒരു ആങ്സൈറ്റി ഡിസോർഡറാണ് OCD. അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അത് ഒബ്സഷനും കമ്പൽഷനും ഇത് രണ്ടും കൂടി ചേർന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. ഒബ്സഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കമ്പൽഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോട്ട്സിനോടനുബന്ധിച്ച് നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് പോവുക, ആക്ഷൻസിലേക്ക് പോവുക. അതാണ് OCD എന്ന് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിൻ്റെ ഡോർ ലോക്ക് ചെയ്തോ എന്നൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ വരിക. പലവട്ടം നമ്മൾ ആ ചിന്തകളിൽ കൂടെ പോയി അവസാനം വീണ്ടും തിരിച്ചു വന്ന് ഡോർ ലോക്ക് ചെയ്തോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യാം. നമ്മൾ രാത്രി കിടക്കാൻ നേരം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തോ എന്നുള്ള ചിന്ത മൈൻഡിൽ ഇങ്ങനെ വന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പോയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം, ഓഫ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ വീണ്ടും നമ്മൾ ചെന്ന് കിടന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അയ്യോ ഞാൻ നേരത്തെ പോയപ്പോൾ ഓഫ് ചെയ്തോ. അതുപോലെ ആ ഒരു സെഷനും കമ്പൽഷനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരുന്ന് നമ്മളൊരു ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് കൊണ്ടെത്തിക്കുക. ഒരുപാട് പേരെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു ഫാക്ടറാണത്. ഈ ഒരു OCD എന്നൊരു ലെവലിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ ചിന്തകൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ്, അതായത് അനാവശ്യമായി നമ്മൾ എന്തെങ്കിലും ഒരു ബിലീഫ് സിസ്റ്റത്തിൽ പെട്ട് നമ്മൾ ഈ OCDയിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഞാൻ വളരെ ബ്രീഫായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. OCDയുടെ റീസൺസ് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരുപാട് ഒരു വലിയൊരു റേഞ്ചിൽ തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അതായത് കുറച്ചൊക്കെ ഡിസ്ഫങ്ഷണൽ ബിലീവ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബിലീഫ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളുടെ മൈൻഡിൽ ഒരു ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോരാൻ നമ്മൾക്ക് ഒരുപാട് ഒരു ബുദ്ധിമുട്ടാണല്ലേ. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഏരിയ അതിൽ കുറച്ചൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വിട്ടുപോരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് എപ്പോഴും പഠിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടൊരു ഫാക്ടറാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നത്. നമ്മുടെ മൈൻഡിലെ ചിന്തകളാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും മൈൻഡിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് ലൈഫിൽ വരും എന്നത് ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂമൻ ബീയിങ്സാണ്. നമ്മുടെ മനസ്സിൽ ഈ ചിന്തകൾ മാത്രമേ വരാൻ പാടുള്ളൂ, മറ്റുള്ള ചിന്തകളൊന്നും വരാൻ പാടില്ല എന്നൊരു ബൗണ്ടറി ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല അല്ലേ. ഒരു പരിധി വരെയൊക്കെ നമുക്കത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കുറേ ഒരു പ്രാക്ടീസിൽ കൂടെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. അത് മൈൻഡിൻ്റെ കോൺസെൻട്രേഷനൊക്കെ നമുക്ക് മെഡിറ്റേഷൻ യോഗ വഴിയൊക്കെ കുറേ പ്രാക്ടീസിൽ കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നിരുന്നാലും 100% നമ്മൾക്ക് നമ്മുടെ മൈൻഡിലെ ചിന്തകൾ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് വിതിൻ സെക്കൻഡ്സ് 60,000 മോർ ദാൻ 60,000 തോട്ട്സൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ തോട്ട്സാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്നതനുസരിച്ചിരിക്കും കുറച്ചൊക്കെ നമ്മളുടെ റിസൾട്ട്. എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വന്നു എന്ന് കരുതി അത് മുഴുവനും നമ്മുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന രീതിയിൽ ഒരു ഒബ്സഷനിലേക്ക് പോകുമ്പോഴാണ് ഈ OCD നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറേയൊക്കെ ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടറിലേക്ക് പോകുന്നത്. അതായത് ഓവറായിട്ട് നമ്മൾ മൈൻഡിൻ്റെ ഒരു തോട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതായത് ഓക്കെ, എൻ്റെ മനസ്സിൽ കൂടെ ചിന്തകൾ വരുന്നുണ്ട്, ആ ചിന്തകൾ വരുന്നു പോകുന്നു, അത് നമ്മുടെ കൺട്രോളിലല്ല. ജസ്റ്റ് ഒരു വിൻഡോ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും എയർ അകത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുന്നു, ആ ഒരു സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും നമുക്കിങ്ങനെ ക്ലോസ് ആക്കി വെക്കാൻ പറ്റില്ല. നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ വെച്ച് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈൻഡിൽ വരുന്ന എല്ലാ ചിന്തകളും അത് എന്നെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കും, അതല്ലെങ്കിൽ എനിക്കെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആക്കുന്ന ഒരു ഒബ്സഷൻ. അതിനോടനുബന്ധിച്ച് പിന്നെ അത് ഒരു മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും പോസിറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് എന്നതിന് പകരം ജെന്യുവിനായിട്ടുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിൽ ഓരോ സിറ്റുവേഷനും അനുസരിച്ച് ജെന്യുവിനായിട്ടുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരുന്നത് എപ്പോഴും നമ്മുടെ മൈൻഡിനെ
ഹെൽത്തി ഒരു കണ്ടീഷൻ തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ എപ്പോഴും നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട്സിൽ മാത്രം കടന്നു പോയിക്കൊണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡിസ്ഫങ്ഷണൽ ബിലീഫാണ്. എന്ത് ചിന്തിച്ചാലും അത് നമ്മുടെ ലൈഫിൽ വരുമെന്നുള്ളത്. ഓക്കെ, ടു സം എക്സ്റ്റെൻറ്റ് അതൊക്കെ ശരിയാണ്. എന്താണോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്, എന്താണോ നമ്മൾ മൈൻഡിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, എന്താണോ നമ്മളുടെ ആഗ്രഹം, ഇതെല്ലാം നമുക്ക് നമ്മളുടെ ഒരു വിഷൻ അനുസരിച്ച് നമ്മുടെ ഗോൾ അനുസരിച്ച് നമുക്കതെല്ലാം അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാനും ഒരു സൈഡ്, നമ്മൾ ചിന്തിക്കുന്ന നമ്മളുടെ മൈൻഡിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു സൈഡാണ്. അതേസമയം ഒരു വിഭാഗം എൻ്റെ മൈൻഡിൽ വരുന്ന ചിന്തകൾ മാത്രമാണ് എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് എന്ന രീതിയിൽ പോകുമ്പോൾ അത് വല്ലാത്തൊരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിലേക്ക് എത്തിക്കുന്നു. ആ ഒരു ഡിസ്ഫങ്ഷണൽ ബിലീവ്സ് നമ്മൾ ഒഴിവാക്കി തന്നെ പറ്റുള്ളൂ.